പ്രശസ്ത യൂട്യൂബർ ഷാജൻ സ്കറിയക്കെതിരെ പോലീസ് പറയുകയാണ് നിരന്തര കുറ്റം ചെയ്യുന്ന ഒരാളാണ് ഷാജൻ സ്കറിയ. അപ്പോൾ ഷാജൻ സ്കറിയയെ അറസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഷാജൻ സ്കറിയ പിന്നെ നിരന്തര കുറ്റം ചെയ്യുന്ന ഒരാളാണെന്ന് പോലീസ് പറയുമ്പോൾ കോടതി കടുപ്പിച്ച് ചോദിക്കുകയാണ് നിരന്തര കുറ്റം ചെയ്യുന്ന ഒരാളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ പോലീസ് പറയണം അദ്ദേഹം ഒളിവിലാണെന്ന്. അപ്പോൾ കോടതി തിരിച്ചു ചോദിക്കുന്നു, ദിവസം യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ടല്ലോ, ഒളിവിലായ ഒരാൾ എങ്ങനെയാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നതെന്ന്. ഇന്നെന്തായാലും ഈ വാർത്ത നമ്മൾ എടുക്കുന്നവർ അദ്ദേഹത്തിന്റെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. ഇന്നത്തെ കുഞ്ഞു ഒളിവിലാണോ എന്നുള്ള കാര്യം അറിയില്ല. ഇപ്പൊ പിന്നെ കോടതിയുടെ അതിരൂക്ഷ വിമർശനമാണ് അറസ്റ്റ് ചെയ്യാത്തതിന്റെ പേരിൽ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. നിരന്തരം കുറ്റകൃത്യം ചെയ്യുന്ന ഒരാൾ പോലീസിന്റെ മുമ്പിലൂടെ ദിവസവും വാർത്തകൾ ചെയ്യുന്നു, വിമർശിക്കേണ്ടവരെ വിമർശിക്കുന്നു, കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. ഈ സ്ഥിരം കുറ്റവാളി എന്ന് പറയുന്ന ഒരാളെ എന്തുകൊണ്ടാണ് തൊട്ടടുത്തുണ്ടായിട്ട് പോലീസ് പിടിക്കാത്തത്? ഷാജൻ സ്കറിയ ഭയമാണോ കേരള പോലീസിന്? എനിക്കറിയില്ല. ഷാജൻ സ്കറിയയുടെ സ്റ്റുഡിയോ പട്ടത്താണുള്ളത്, പട്ടത്താണ് അവിടെ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഷാജൻ സ്കറിയ നേരിട്ടാണോ ഈ ഇത് അപ്ലോഡ് ചെയ്യുന്നതെന്നുള്ളത് എനിക്കറിയാൻ വയ്യ. കാരണം അങ്ങനെ സാധ്യതകളുണ്ട്. കോടതി പക്ഷേ അതിൻ്റെ ഒട്ട് പോയിട്ടില്ല, അതിൽ എക്സ്പെർട്ടുകളല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ അൽ ഖ്വയ്ദയുടെ വീഡിയോ അവിടെ പിന്നെ അൽ ജസീറ ചാനലിലൂടെ എപ്പോഴും വന്നുകൊണ്ടിരുന്നു. അൽ ഖ്വയ്ദയുടെ ഈ കോടിക്കണക്കിന് അൽ ഷര ഉൾപ്പെടെ, അൽ ഷര എന്ന് പറയുന്ന ആൾ ഇപ്പോൾ സിറിയ ഭരിക്കുന്ന ആൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ യൂട്യൂബർമാരായിട്ട് എപ്പോഴും അൽ ഖ്വയ്ദയ്ക്ക് അനുകൂലമായിട്ടുള്ള വീഡിയോ സന്ദേശങ്ങൾ എപ്പോഴും കൊടുത്തുകൊണ്ടിരുന്നു. ഭീകരവാദികൾ ആളുകളെ കൊന്നിട്ട് ഞങ്ങളാ കൊന്നതെന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ വരെ അതിലൂടെ വീഡിയോ കൊടുത്തിരുന്നു. ഞങ്ങളാണ് കൊന്നതെന്ന് അവകാശപ്പെടുന്നത് പക്ഷെ പലപ്പോഴും അൽ ജസീറ TV കൂടെ ആയിരിക്കും. അൽ ജസീറ എന്ന് പറയുന്ന ദോഹയിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു സ്ഥലത്തിരിക്കുന്നതാണ്. പക്ഷേ ഈ ഭീകരവാദികളെ ഒന്നും കണ്ടുപിടിക്കാൻ കൊടികെട്ടിയ പോലീസിനോ പിന്നെ മൊസാദ് പോലുള്ള ഇൻ്റലിജൻസ് ഏജൻസികൾക്കോ CIA-ക്കോ ഒന്നും കഴിഞ്ഞിരുന്നില്ല. അവസാനം അന്ന് നമ്മൾ ഉസാമ ബിൻ ലാദനെ കണ്ടെത്തിയത് അട്ടോബാബാദ് എന്ന് പറയുന്ന പാക് സൈനിക കേന്ദ്രത്തിൻ്റെ സമീപത്തുള്ള ഒരു വീട്ടിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. മനസ്സിലായില്ലേ? അദ്ദേഹം തന്നെ ധാരാളം വീഡിയോകൾ അൽ ജസീറയിൽ കൂടി അപ്ലോഡ് ചെയ്യുന്നു. അങ്ങനെ ഒളിച്ചിരുന്നു ഈ കാര്യങ്ങളൊക്കെ സാധ്യമാകുന്നത് അല്ല. പലപ്പോഴും അദ്ദേഹത്തെ ഞാൻ ആ ചാനലിലേക്ക് വിളിക്കാറുണ്ട്. ആ ചാനലിലേക്ക് വിളിക്കുമ്പോൾ പലപ്പോഴും അദ്ദേഹം വിദേശ രാജ്യങ്ങളിലാണെന്നാണ് പറയുന്നത്. വിദേശത്തിരുന്നുകൊണ്ടും ചെയ്യാം. വിദേശത്തിരുന്നുകൊണ്ട് അദ്ദേഹം ഈ വീഡിയോ പോലെ അത് ഇതിൻ്റെ സാധ്യതകൾ നമുക്കറിയാവില്ല. അനന്തമായ സാധ്യതകളുള്ള എവിടെ ഇരുന്ന് വേണമെങ്കിലും ഇത് അപ്ലിങ്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും കോടതി ചോദിച്ചത് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ ഒളിവിലാണെന്ന് പറയുന്നത് ഇവർ പണ്ട് പിന്നെ KM മാത്യു എന്തോ ഒരു കുറ്റം എന്താ കുറ്റമാണെന്ന് ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല. ആ കുറ്റത്തിന് പണ്ട് കോടതി സമൻസ് അയച്ചു. ആളെ കിട്ടുന്നില്ല, അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞു. ഒരാഴ്ചയായിട്ടും അനക്കമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മൗണ്ട് വാർത്തയിൽ തന്നെ സ്ഥിര താമസമാണ്, എവിടെയുണ്ട്, എങ്ങോട്ടും പോകാതെ നിൽക്കുന്ന ആളാണ്. അപ്പോൾ പോലീസ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങ് നടത്തി അദ്ദേഹവുമായിട്ട്. ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ പിടികിട്ടാ പുള്ളിയായിട്ട് KM മാത്യു പിടികിട്ടാപ്പു. അന്ന് രാവിലെ ഞാൻ അവിടെ കണ്ടതാണ്. രാവിലെ വെളുപ്പാൻ കാലത്ത് കാറും എടുത്തുകൊണ്ട് പത്രം നേരത്തെ സമയത്തിന് വന്നില്ലെന്ന് പറഞ്ഞ് മലയാള മനോരമ ഓഫീസിൽ വന്നിരിക്കുക പത്രം വാങ്ങിച്ചുകൊണ്ട് പോകാൻ. പുള്ളി ഒരു ജുബൈ വിട്ടുകൊണ്ട് വന്നിരിക്കുക പത്രം. ആ പുള്ളിക്കാരനെയാണ് പിടികിട്ടാ പുള്ളി അതേ വന്നിരിക്കുന്നു. ഞാൻ അംബാസഡർ കാർ തന്നെ ഓടിച്ചുകൊണ്ടാകുന്നത്. ഒരു അറ്റാക്ക് കഴിഞ്ഞ മനുഷ്യരും കൂടാണ്. അപ്പോൾ അങ്ങനത്തെ ത്രേസങ്ങൾ പിടികിട്ടാ പുള്ളിയാണ്. തൊട്ടടുത്ത ഈസ്റ്റ് പോലീസ് പറയും ഇയാൾ പിടികിട്ടാ പുള്ളിയെ. അവരുടെ മുമ്പിൽ കൂടെ അവിടെ കാറ് ഓടിച്ചുകൊണ്ട് വരുന്നത്. ഇങ്ങനെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ. ഇനി അങ്ങനെ വല്ല അഡ്ജസ്റ്റ്മെൻ്റ് ആണോ ഈ രണ്ട് തരത്തിലുള്ള ഏതെങ്കിലും ഒരു കാര്യമാവാതെ അങ്ങനെ സംഭവിച്ചതാണ്. പക്ഷേ ഇയാളെ ഒരിക്കൽ അറസ്റ്റ് ചെയ്തതല്ലേ, എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതല്ലേ. എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാലേ, ഇത്രയും നാൾ വരെ കേരള പോലീസുകാർക്ക് നിരന്തര കുറ്റകൃത്യം ചെയ്യുന്ന ഒരാളാണെന്നോ അല്ലെങ്കിൽ സ്ഥിര കുറ്റവാളിയാണ്, ഏത് തരത്തിലാണ് അദ്ദേഹം കുറ്റവാളി എന്നവർ പറയുന്നതെന്ന് എനിക്കറിയില്ല. എങ്കിലും കുറ്റവാളിയാണെന്നൊക്കെ പറയുമ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു പെട്ടെന്നൊരു എന്താ പറയുക ഒരു ആവേശം കേരള പോലീസിനുണ്ട്. കാരണം നിരന്തരം LDFനെ വിമർശിക്കുന്ന, ഭരണപക്ഷത്തെ വിമർശിക്കുന്ന ഒരാളാണ് ഷാജൻ സ്കറിയ. ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സർക്കാരിന്റെ ഈ സ്വജനപക്ഷപാതം, കെടുകാര്യസ്ഥത, വികസനമില്ലായ്മ, ഈ അഴിമതി, മുഴുവൻ കാര്യങ്ങളും സത്യസന്ധരായ നമ്മളെപ്പോലെയൊക്കെ ഉള്ള മാധ്യമങ്ങൾ നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ABC മലയാളവും മീഡിയ മലയാളവും ഒക്കെ അത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നന്നാവാൻ വേണ്ടിയിട്ടാണ്. സർക്കാരിന്റെ കുറച്ച് വീഴ്ചകൾ പറയുമ്പോൾ അവർ കുറച്ചുകൂടി മികച്ചതാവാൻ. ഷാജൻ സ്കറിയ അങ്ങനെയല്ല. ഒരു വിഭാഗത്തെ അങ്ങ് കടന്നാക്രമിക്കുന്നത് പോലെയാണ് പലപ്പോഴും
ഈ ഭരണപക്ഷത്തെ മുടുക്കുക എന്നൊക്കെ പറയും പോലെയാണ്. പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ഒരു ചതുർത്ഥി പോലെയാണ്. വല്ലാത്തൊരു രീതിയിൽ ഇദ്ദേഹം വിമർശിക്കും. അപ്പോ ഈ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഷാജൻ സ്കറിയ പുറത്തു നിന്നാൽ അത് സർക്കാരിനെ വല്ലാത്തൊരു തിരഞ്ഞെടുപ്പിലൊക്കെ സർക്കാരിന് വലിയ രീതിയിലുള്ള തിരിച്ചടി. വാർത്തകളൊക്കെ പെട്ടെന്ന് ആളുകളുടെ ഈ മുൻനിര ചാനലുകളെക്കാളും കുറച്ചുകൂടി ആളുകൾക്ക് ഇപ്പൊ വിശ്വാസ്യത ഉള്ളത് ഓൺലൈൻ മാധ്യമങ്ങളെയാണ്. മറ്റേത് പരസ്യത്തിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്ക് ഇവർ തയ്യാറാവും. പക്ഷെ ഓൺലൈൻ മാധ്യമങ്ങൾ അങ്ങനെയല്ല എന്നൊരു വിശ്വാസ്യത ജനങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട്. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സമയം എത്തുമ്പോൾ കഴിവതും ഈ ഷാജൻ സ്കറിയെ അടക്കമുള്ള ചില മാധ്യമ പ്രവർത്തകരെ പൂട്ടുക എന്നുള്ള സർക്കാരിന്റെ ലക്ഷ്യമാണോ? ഇപ്പൊ ഇത്തരത്തിൽ പോലീസ് പൊടുന്നനെ ഷാജൻ സ്കറിയ സ്ഥിരം കുറ്റവാളിയാണ്, കുറ്റകൃത്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നിലപാടുമായി രംഗത്ത് വരാനുള്ള കാരണം സാർ ഒരുപാട് നാളുകൊണ്ട് ഈ മാധ്യമ രംഗത്തേക്ക് സാറിന് എന്താ തോന്നുന്നത്? അല്ല, ഇയാൾ ചെയ്ത കുറ്റം എന്താ? വാർത്ത കൊടുത്തതാണ്. എന്താ അയാൾ ചെയ്ത കുറ്റമായിട്ട് ആരോപിക്കുക? കൈരളി പറയുന്നത് നിരന്തര കുറ്റകൃത്യം ചെയ്യുന്ന ആളായ യൂട്യൂബർ ഷാജൻ സ്കറിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? പോലീസിനെതിരെ കോടതി. ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്യാത്തതിൽ പോലീസിനെ വിമർശിച്ച് കോടതി. കൈരളി പറയുന്നതാണ്. കൊച്ചി കടവന്ത്ര പോലീസിനെയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിമർശിച്ചത്. നിരന്തരം കുറ്റകൃത്യം ചെയ്യുന്ന ആളായ ഷാജൻ സ്കറിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ഇതാണ് കോടതിയുടെ ചോദ്യം. ഷാജൻ സ്കറിയ ഒളിവിലാണെന്ന പോലീസ് വാദത്തെയും കോടതി വിമർശിച്ചു. ഷാജൻ സ്കറിയ പ്രതിദിന യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. ഡോക്ടർ ജോജോ വി ജോസഫിന്റെ ഫോൺ ചോർത്തിയെന്ന കേസിലെ ഷാജന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് വിമർശനം. കടവന്ത്ര പോലീസ് ജാമ്യമില്ലാ കുറ്റം ചുമത്തി നേരത്തെ ഷാജൻ സ്കറിയക്കെതിരെ കേസെടുത്തിരുന്നു. BNS IT ആക്ട്, ആരോഗ്യ പ്രവർത്തകരുടെ സംരക്ഷണ നിയമം എന്നീ നിയമങ്ങളിലെ ജാമ്യമില്ലാ വകുപ്പുകളാണ് ഷാജൻ സ്കറിയക്കെതിരെ ചുമത്തിയത്. ഷാജൻ സ്കറിയയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഫെബ്രുവരി 7 എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വീണ്ടും പരിഗണിക്കും. എന്നാ ഞാനൊന്ന് പറയട്ടെ, PV അൻവർ എന്ന് പറയുന്ന ഒരാളിനെ അറിയാവോ? എത്ര പോലീസുകാരുടെ ഓഡിയോ ആണ് അദ്ദേഹം മോഷ്ടിച്ചിട്ട് പരസ്യമായിട്ട് വീഡിയോ വെച്ച് വലിയ ആഘോഷമായിട്ട് കാണിച്ചുകൊണ്ടിരുന്നത്? എന്താ പിന്നെ അറസ്റ്റ് ചെയ്യാത്തെ? പോട്ടെ, എന്നാ വേണ്ട. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീഡിയോ ആണല്ലോ അദ്ദേഹത്തിന്റെ ഈ സഖിമാരെല്ലാം വീഡിയോയും ഓഡിയോയും, വീഡിയോ ഇല്ലെന്ന് തോന്നുന്നു, ഓഡിയോ നന്നായി. ആ ഓഡിയോ ആണല്ലോ റെക്കോർഡ് ചെയ്ത് വെച്ചത്. എന്തേ അവരൊന്നും പ്രതികളല്ലേ? അതിന് അവർക്കെതിരെ കുറ്റം ചുമത്താത്തത്. അപ്പോൾ ഇത് ഷാജൻ സ്കറിയ അല്ല, ഇത് ചോർത്തുന്ന പത്രക്കാർ ധാരാളമുണ്ട്. അവർക്ക് ന്യൂസ് കിട്ടണമെങ്കിൽ ഇത് വേണം. സോഴ്സായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്, പലരും ഉപയോഗിക്കുന്നുണ്ട്, ഇങ്ങനെ ചോർത്താറുണ്ട്. ഈ ചോർത്തൽ ഇവിടെ മാത്രമാണ് നടക്കുന്നത്. നിരന്തരം ആളുകൾ നടത്തുന്നുണ്ട്. നമ്മൾ പറയുന്നത് എത്ര പേര് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട് തെളിവായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ചിലരുടെ സ്ഥിരം ഹോബിയാണ് ഇത്, ഓഡിയോ റെക്കോർഡ് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ജയിലുകൾ ഇതൊന്നും പോരാതെ വരും കോടതിക്ക്. ഇപ്പോൾ കൈരളി പറഞ്ഞ ഒരു കാര്യം, അതിനകത്ത് ചില യുക്തിയുണ്ട്. കൈരളി പറഞ്ഞത് നിരന്തരമായിട്ട് കുറ്റകൃത്യം ചെയ്തുകൊണ്ടിരിക്കുക. സത്യമാണ്. കുറ്റകൃത്യം എന്താ? ദൈവനിന്ദ. ഇയാൾ ദൈവനിന്ദ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നേ ദിവസവും. എന്താ സംഭവം എന്നറിയാമോ? ഇയാള് പിണറായിയെ ദിവസം കുറ്റപ്പെടുത്തും. അങ്ങനെ കുറ്റപ്പെടുത്താം? പിണറായി ദൈവമാണല്ലോ. തമ്പുരാനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയ ദൈവനിന്ദയല്ലേ ഇത്? ഒരു വിഭാഗത്തിന് സഹിക്കുമോ? ഞങ്ങളുടെ ദൈവമായിട്ടുള്ള പിണറായിനെ പറയാൻ ഇവൻ ആരടാ എന്ന് വലിയൊരു ചോദ്യമാണ് അവന് കൈരളി ചോദിക്കുന്നത്. കൈരളിയുടെ തമ്പുരാനായിട്ടുള്ള പിണറായിയെ അവരുടെ ദൈവമാണ്. ആ ദൈവത്തിനെ ഇന്ന് നിന്ദിക്കുക എന്ന് പറഞ്ഞാൽ, അവിടെ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്നത് ദേവനാണ്. ഉപദൈവങ്ങൾ ധാരാളമുണ്ട്. അവരെ ഇങ്ങനെ നിരന്തരമായിട്ട് നിന്ദിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു അതിര് വേണ്ടി ഈ ദൈവം നിന്ദ ചെയ്തു. അത് കുറ്റകൃത്യമല്ലേ? ദൈവം നിന്ദിച്ചതുകൊണ്ട് ഷാജൻ സ്കറിയെ തൂക്കിക്കൊല്ലോ? തൂക്കിക്കൊല്ലും, മിക്കവാറും അത് സംഭവിക്കും. തൂക്കിക്കൊല്ലില്ലെങ്കിൽ വേറെ കൊട്ടെ 51 ഉണ്ട്, 61 ഉണ്ട്. ഇന്നോവ വരും. ഷാജൻ സ്കറിയുടെ വീട്ടിൽ ഇന്നോവ ഉണ്ടെന്നാ കേട്ടത്. ഇപ്പോ അവിടെ കാത്തു കിടക്കുന്നുണ്ട്. അത് അൽഖ്വയ്ദയ്ക്കും ഇതായിരുന്നു. അൽഖ്വയ്ദയുടെ വണ്ടി ഇന്നോവയായിരുന്നു. ഇന്നോവയിലാണ് വീഡിയോ പോകുന്നത്. അതായത് അൽ ജസീറ TVയിലേക്ക്. അങ്ങനെയായിരുന്നു അവർ വീഡിയോ കൊടുത്തിരുന്നത്. ലോകം മുഴുവൻ കാണും. അതുപോലെ ഷാജൻ സ്കറിയയ്ക്കും ഇന്നോവ 51 വരാൻ സാധ്യത. ജാഗ്രത, ഭയം വേണ്ട, ജാഗ്രത മതി. അതിൽ ഉണ്ടായിരിക്കും. അതിന്റെ പുറകിൽ എന്തോ ഒന്ന് എഴുതി വെക്കുക. മാഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അദ്ദേഹം ജീവനോട് ചെയ്യും.